ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നൊരു കുക്കിംഗ് പരിപാടിയിലോട്ട് പോവുകയാണ്. വേറൊന്നുമല്ല, ഞങ്ങളൊരു ഗ്രീൻ ആപ്പിൾ അച്ചാറിടാൻ തീരുമാനിച്ചു. ഞങ്ങളല്ല, എൻ്റെ കൈ വയ്യാതിരിക്കുകയാണ്. അപ്പം നബിയാണ് ഇതിൻ്റെ മെയിൻ ആള്. ഞങ്ങളിവിടെ കഴിഞ്ഞ ദിവസം ഹൽദിയിൽ പോയപ്പം കുറേ ഗ്രീൻ ആപ്പിളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായി യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ കണ്ടതിന് നബിക്ക് പ്രചോദനം അയക്കുകയാണ് ഒരു ഗ്രീൻ ആപ്പിൾ അച്ചാർ അങ്ങ് സെറ്റാക്കിയാലോ എന്ന്. അപ്പോൾ ആളതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകും. നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് ഗ്രീൻ ആപ്പിൾ പിക്കിൾ ഉണ്ടാക്കാം. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആപ്പിൾ. ഇപ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞുകുഞ്ഞാന്ന് മുറ ഉണ്ടായിരുന്നെടുക്കണം. യശോദ ഇപ്പൊ 4 ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് മതിയാവും. വളരെ 6എണ്ണമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമുക്ക് വേണ്ട, നമുക്ക് 4 എണ്ണത്തിലുള്ള സംഭവം നമുക്ക് ചെയ്ത് നോക്കാം. ബേസിക് റീസൺ നബിക്ക് അരിഞ്ഞ് മടിയാണ്. നമുക്ക് വെളുത്തുള്ളി നമുക്ക് കറക്റ്റ് ചെയ്യാം. വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട് അല്ലേ? ഇല്ല, പച്ചമുളക് എടുത്തില്ല. പച്ചമുളക് ഫ്രിഡ്ജിൽ തരും. അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള ഭരണി ഞാൻ ആദ്യമേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം കൊള്ളാം, അച്ചാറിന്റെ ഭരണി. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടി സംഭവങ്ങൾ. ആപ്പിൾ നമ്മൾ കട്ട് ചെയ്യണം. ഒരു പാത്രം ഗ്രീൻ ആപ്പിൾ, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പോലെ ജിഞ്ചർ, ഇത് ചില്ലി, ഗാർലിക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്. കാരണം നമ്മൾ ഫൈനലി ഇതിനകത്തേക്ക് വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാനാണ് എടുത്തിരിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്ന ശരിയാ, അച്ചാർ ചീത്തയായി പോകും. നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കണം, കുക്കിംഗ് ഓയിൽ ഒഴിക്കണം. വെളിച്ചെണ്ണ അല്ല, ഓയിൽ. നമ്മുടെ ഓയിലല്ലോ ഉള്ളത്. അളവ് കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുകയാണ്. നമ്മൾ കടുക് ഇടുകയാണ്. വെളുത്തുള്ളി ഇടുകയാണ്. പച്ചമുളക് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കുകയാണ്. എന്താ ഉപ്പ് കളർ ചേഞ്ച് ആയി തുടങ്ങി. എനിക്ക് അവസാനം കളർ മാറി തുടങ്ങി. ഇനിയാണ് നമ്മുടെ മസാലകളുടെ പ്രയോഗം തുടങ്ങാൻ പോണത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ഉപ്പ്, ഇത്ര സംഭവങ്ങൾ വരെ. ഇത്ര മതി. ഇത് തന്നെയാണ്. അതെ, കായ്പ്പൊടി ലാസ്റ്റ് ഇടണ്ടേ? തീ ഓഫ് ചെയ്ത് വെക്കുക. അപ്പം നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടിട്ട് നമ്മുടെ പൊടികളൊക്കെ ഇടുകയാണെങ്കിൽ നമുക്കിതൊന്നും ഈ മസാലക്കൂട്ട് സംഭവങ്ങളൊന്നും പെട്ടെന്ന് കരിയില്ല അല്ലേ? എന്നാൽ ചൂട് കുറവാണ്. ഇപ്പുറത്തെ അടുപ്പിലോട്ട് വേണമെങ്കിൽ ഇറക്കി വെക്കോ. നമ്മൾ മസാല സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന് ചെയ്യിക്കണേ. എന്തുവാ ഇത്? തല്ലുവോ? കുക്ക് വിത്ത് സ്മൈല്. എന്താ വേണമെങ്കിൽ ഇങ്ങനെയും തിരിക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി അതിൽ കൂടെ ഇടണം. നല്ല എരിവ്. എത്ര സ്പൂൺ ഇടും? മുളക് പൊടി നമ്മൾ കുറച്ച് ഇടണം. നമ്മൾ ആ കളർ കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി. അല്ല, എരിവ് വേണ്ടേ? എരിവ് മുളകിന്റെ എരിവുണ്ട്. മതിയാവോ? ഒരു സ്പൂൺ വേണമെന്ന് എനിക്ക് തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്യണം. കാശ്മീരി ചില്ലിപ്പൊടി നമ്മൾ 3 സ്പൂൺ ഇടുന്നുണ്ട്. നല്ല റെഡ് കളർ. കാശ്മീരി ചില്ലിക്ക് എരിവുണ്ടാവും. ചെറിയൊരു എരിവുണ്ടാവും. വെച്ചങ്ങോട്ട് കീച്ചിക്കോ. ബേസിക്കലി കറിവേപ്പില ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു, മറന്നുപോയി. അതുകൊണ്ട് പൊടിയുടെ കൂട്ടത്തിലങ്ങ് ഇട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ ആപ്പിൾ ഇടാം. മെയിൻ ഇൻഗ്രീഡിയന്റ് ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതിപ്പോൾ തികച്ചും ലോ ഫ്ലെയിമിലാണ് എടുക്കുന്നത്. മാക്സിമം ലോ ഫ്ലെയിമിൽ
2 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുകയല്ലേ. കൊണ്ടേയിരിക്കുക. ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഇളക്കാൻ? സൈക്കോളജിക്കൽ ഹെൽപ്പ് മതിയല്ലേ, പ്രോത്സാഹിപ്പിച്ചോണ്ടിരിക്കുക. അങ്ങനെ മസാല കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് തീന്നൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കൊരു അല്ല സംഭവം കലക്കിയിട്ടുണ്ട് കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴായിരിക്കും ഞാൻ ചിരിക്കുന്നത്. കാരണം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവോ ഇല്ലയോ. അടിച്ചു കേറി വാട മോനെ. ഇത് നമ്മുടെ ഷാൻജിയോ എന്ന് പറയുന്ന മെയിൻ യൂട്യൂബർ ഉണ്ട്. പുള്ളിയാണ് നമ്മുടെ കുക്കിങ്ങിന്റെ മെയിൻ റെഫറൻസ്. ഷാൻജിയുടെ പ്രൊമോഷൻ വീഡിയോ ആണ് സത്യമായിട്ട്. പുള്ളിയാണ് ശരിക്കും പറഞ്ഞ മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. നല്ല കിടുക്കൻ ഇന്നലെ റിസൾട്ട് ആയേക്കാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ അച്ചാറ്. നമ്മൾ വാങ്ങിച്ചു വെച്ച ജാറിലോട്ട് നമ്മൾ സെറ്റാക്കി ഫില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ചോറ് ഇരിപ്പുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഗ്രീൻ ആപ്പിൾ പിക്കിളുമായിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കിയാണ്. കുറച്ചുകൂടി എടുക്കുക, കൂട്ടി കുഴച്ച് കഴിക്കാമല്ലോ. എവിടെ സത്യോടെ എന്റെ വാങ്ങിയുള്ള എങ്ങനെയുണ്ട് ദേവി? ആപ്പിളിന്റെ ചെറിയൊരു സ്വീറ്റ്നെസ്സും എന്നാൽ ചെറിയൊരു പുളിയും പിന്നെ വിനാഗിരിയുടെ പുളിയും എരിവ് ഉപ്പെല്ലാം എല്ലാം സമോ അച്ചിട്ട പോലെ. ഇനി എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സോ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് അല്ലേ ബേബി? ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് നമ്മളെ അറിയിക്കുന്നതാണ്.